നമസ്തേ. ഇന്ന് നമ്മൾ നോക്കുന്നത് അനിഴം നക്ഷത്രത്തെക്കുറിച്ചാണ്. അനിഴം നക്ഷത്രത്തിൻ്റെ 1202 ആണ്ട് ഈ മലയാള വർഷം ചിങ്ങം 1 മുതൽ കർക്കിടകം 31 വരെയുള്ള നക്ഷത്രഫലങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. അനിഴം നക്ഷത്രക്കാർക്ക് ഈ മലയാള വർഷം എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചാൽ പൊതുവിൽ പറയാനുള്ള നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു വർഷമെന്നാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളും ഒരേ വേഗത്തിൽ നടക്കണമെന്നില്ല. ചില കാര്യങ്ങളിൽ കാത്തിരിപ്പും പരിശ്രമവും ആവശ്യമായി വരും. തുടക്കത്തിൽ എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചാൽ ചിങ്ങമാസം തുടങ്ങുമ്പോൾ തന്നെ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സാഹചര്യമുണ്ടാകും. നാളുകളായി മാറ്റിവെച്ചിരുന്ന ചില കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും. ജോലി, ബിസിനസ് എന്നീ കാര്യങ്ങളിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആലോചിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. കുടുംബത്തിൽ പൊതുവെ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ കഴിയും. സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചാൽ വരുമാനം മെച്ചപ്പെടാനുള്ള അവസരങ്ങളുണ്ടാകും. എന്നാൽ അതിനോടൊപ്പം ചെലവുകളും കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പണം കൈവശം വന്നാൽ മുഴുവൻ ചെലവാക്കാതെ ഒരു ഭാഗം ഭാവിക്കായി മാറ്റിവെക്കണം. പഴയ സാമ്പത്തിക ബാധ്യതകൾ കുറയാനും ചില കുടിശ്ശികൾ തീർക്കാനും അവസരം ലഭിച്ചേക്കാം. അനാവശ്യമായ കടം കൊടുക്കുന്നതിലും മറ്റുള്ളവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ അമിതമായി ഇടപെടുന്നതിലും ശ്രദ്ധ വേണം. ജോലിയുടെ കാര്യത്തിൽ എന്താണ് എന്ന് പറയാനുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ജോലി ചെയ്യുന്നവർക്ക് കഴിവ് പ്രകടിപ്പിക്കാൻ അവസരങ്ങൾ ലഭിക്കും. മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും ശ്രദ്ധ നേടുന്ന രീതിയിൽ ചില ഉത്തരവാദിത്തങ്ങൾ വന്നേക്കാം. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ അവസരങ്ങൾ തേടാം വരും വർഷം. പക്ഷേ പെട്ടെന്നുള്ള തീരുമാനങ്ങളെക്കാൾ നിലവിൽ സാഹചര്യം വിലയിരുത്തിയ ശേഷം മാത്രം തീരുമാനമെടുക്കുന്നതാണ് നല്ലത്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ ബന്ധങ്ങളിലൂടെയും പുതിയ ഉപഭോക്താക്കളിലൂടെയും നേട്ടം ലഭിക്കാം. കുടുംബജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചാൽ വരും വർഷം കുടുംബകാര്യങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ പരിഹരിക്കാൻ കഴിയും. വീട്ടിലെ മുതിർന്നവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ ആലോചനകൾ വരാം. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കി സംസാരിച്ചാൽ സന്തോഷം വർദ്ധിക്കും. മക്കളുടെ പഠനം, ജോലി തുടങ്ങിയ കാര്യങ്ങളിൽ സന്തോഷകരമായ വാർത്തകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വിവാഹം നോക്കുന്ന അനിഴം നക്ഷത്രക്കാരുടെ ഫലം എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹ കാര്യങ്ങളിൽ ഈ വർഷം പ്രതീക്ഷ നൽകുന്ന കാലമാണ്. നേരത്തെ വന്ന ചില ആലോചനകൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും പുതിയ ആലോചനകൾ വരാം. തീരുമാനമെടുക്കുമ്പോൾ കുടുംബത്തിൻ്റെ അഭിപ്രായത്തോടും വ്യക്തികളുടെ പരസ്പര ധാരണയ്ക്കും പ്രാധാന്യം നൽകണം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കുമെന്ന് ചോദിച്ചാൽ പൊതുവിൽ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട വർഷമാണ് വരുന്നത്. അമിതമായ ജോലി, ഉറക്കക്കുറവ്, ഭക്ഷണത്തിലെ ക്രമക്കേട് എന്നിവ ഒഴിവാക്കുന്നത് നല്ലതാണ്. യാത്രയ്ക്കും പുതിയ ബന്ധങ്ങൾക്കും സാധ്യതയുള്ള വർഷമാണ് വരുന്നത്. ഇത് മലയാള വർഷം ചിങ്ങം 1 മുതൽ കർക്കിടകം വരെയുള്ള 1202 ആണ്ടിലെ കാര്യമാണ് ഈ വർഷത്തെ കാര്യമാണ് ഈ പറയുന്നത്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് സഹായമോ അവസരമോ ലഭിക്കാൻ ഈ വരും വർഷം സാധ്യതയുണ്ട്. പുതിയ ആളുകളെ പരിചയപ്പെടുമ്പോൾ അവരുടെ വാക്കുകൾ മാത്രം വിശ്വസിക്കാതെ കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ചിങ്ങം മുതൽ കർക്കിടകം വരെ ഉള്ള മാസങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കിയാൽ ചിങ്ങത്തിൽ പുതിയ തുടക്കങ്ങൾക്കും പദ്ധതികൾക്കും പ്രാധാന്യമുണ്ട്. കന്നിയിൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. തുലാമാസത്തിൽ ബന്ധങ്ങളും സഹകരണങ്ങളും ഗുണം ചെയ്യും. വൃശ്ചികത്തിൽ ജോലി സംബന്ധമായ ഉത്തരവാദിത്തങ്ങൾ കൂടാം. ധനുവിൽ യാത്രകൾക്കും പുതിയ അവസരങ്ങൾക്കും സാധ്യതയുണ്ട്. മകരത്തിൽ സാമ്പത്തിക നേട്ടത്തോടൊപ്പം ചിലവുകൾ ശ്രദ്ധിക്കണം. കുംഭത്തിൽ കുടുംബകാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ പ്രത്യേക ആശങ്ക ഉണ്ടാവാം. മേടത്തിൽ മത്സരങ്ങളിൽ ആത്മവിശ്വാസത്തോടെ മുന്നേറാം. ഇടവത്തിൽ സ്വത്ത്, സാമ്പത്തിക കാര്യങ്ങളിൽ ആലോചന ആവശ്യമാണ്. മിഥുന മാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആവശ്യമായ ആശയവിനിമയത്തിലൂടെ നേട്ടങ്ങൾ ലഭിക്കും. കർക്കിടകത്തിൽ വർഷാവസ്ഥാനത്തോടെ അടുക്കുമ്പോൾ പല കാര്യങ്ങളിലും ഒരു വ്യക്തതയും ആശ്വാസവും ലഭിക്കും. അപ്പോൾ അനിഴം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൻ്റെ പ്രധാന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക, അവസരങ്ങൾ വരുമ്പോൾ ധൈര്യത്തോടെ സ്വീകരിക്കുക. പക്ഷേ പെട്ടെന്ന് തീരുമാനമെടുക്കരുത്. സാമ്പത്തിക കാര്യങ്ങളിൽ നിയന്ത്രണം പാലിക്കുക. ബന്ധങ്ങളിൽ സ്നേഹവും ക്ഷമയും പുലർത്തുക. പരിശ്രമം തുടർന്നാൽ ഈ വർഷം ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന വർഷമായി മാറും. അതായത് മലയാള വർഷം ചിങ്ങം 1 മുതൽ കർക്കിടകം വരെയുള്ള കാലഘട്ടത്തെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. ഇത് പൊതുവായ നക്ഷത്രഫലമാണ്. വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹനില തുടങ്ങിയ കാര്യങ്ങളനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ദശാസന്ധി തുടങ്ങിയ കാര്യങ്ങളനുസരിച്ച് ഫലങ്ങളിൽ, വാർഷിക ഫലങ്ങളിൽ വ്യത്യാസമുണ്ടാവാം. അതുപോലെ തന്നെ കവടി പ്രശ്നം, വാസ്തു പ്രശ്നം, ആഭിചാര പ്രശ്നം, വിവാഹ മുഹൂർത്തങ്ങൾ തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാ കാര്യങ്ങളും നമ്മളെ വിളിക്കേണ്ട നമ്പർ 9553049953.